നീ തമാശ പറഞ്ഞതാണല്ലേ? 187 ദിവസം മാരേജ് കോൺട്രാക്ട് എന്നൊക്കെ. സ്വന്തം കല്യാണക്കാരൻ കേട്ട് കിളി പോയ മറിച്ചാൻ അതിൽ 1-2 കിളിയെ കൂട്ടി കേട്ടിക്കൊണ്ട് ചോദിച്ചു, എൻ്റെ ഈ ഓഫർ നാളെ രാവിലെ വരെ വാലിഡ് ആണ്. നീ ഇത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അതെങ്ങനെ ചെയ്യിക്കണമെന്നും എനിക്ക് നന്നായി അറിയാം. ഇത്രയും പറഞ്ഞ് ആദേശ് അവിടെ നിന്ന് ഇറങ്ങി. എന്ത്? നീ ഹൈദറിന്റെ മോളെ പ്രപ്പോസ് ചെയ്തോ? നെസറിനെ ഈ സീനിൽ നിന്ന് ഒഴിക്കാൻ വേറെ വഴിയൊന്നുമില്ല. നീ എന്ത് പണിയാ കാണിച്ചത്? ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വഴി ഉറപ്പായിട്ടും ഉണ്ടാവുമായിരുന്നു. ഇതല്ലായിരുന്നല്ലോ നമ്മുടെ പ്ലാനിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. ആദിഷിന്റെ ഈ തീരുമാനം കേട്ട് മുസയാനവും അസ്ലയും ഞെട്ടി. നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? നീ റിവെഞ്ചിന് വേണ്ടി നിന്റെ മാരേജ് നശിപ്പിക്കാൻ പോവാണോ? അതും ആ ഹൈദറിന്റെ പെണ്ണിനെ. ജമാലെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയവനെ. ഞാനെന്തോ പറയാനാ? അവൻ എന്ത് തീരുമാനിച്ചോ അത് നടക്കട്ടെ. ഇല്ല, ഇത് നടക്കില്ല. ഇത് നടക്കും, നടന്നേ മതിയാവും. ആദേശ് കുറച്ച് കാനത്തിൽ തന്നെ പറഞ്ഞു. ഇതേ സമയം മർച്ചാന്റെ വീട്ടിൽ പതിവ് പോലെ ഗൂഢാലോചന നടക്കുകയാണ്. ഇന്നത്തെ സബ്ജക്റ്റ് ആദേശും അവന്റെ എഗ്രിമെന്റും. അച്ഛാ, ഇതവൻ നമ്മളെ കളിയാക്കിയിട്ട് പോയതാ. 187 ദിവസം പോലും. അവന്റെ പ്രശ്നം ഞാൻ തീർത്തു കൊടുക്കാം. നിങ്ങളൊന്ന് ആദ്യം അടങ്ങ്. ദേ, അവസാനം ഈ പ്രശ്നങ്ങൾക്കിടയിൽ നെസറിട്ടയച്ച് പോകാതെ നോക്കിക്കോ. അവൻ പോയാ പോട്ടെ, നമുക്കിനി അവനെ ആവശ്യമില്ല. അതിലും നല്ല ഓഫറല്ലേ വന്നത്. ഇത് കേട്ട് മർച്ചാൻ വല്ലാണ്ടായി. എന്തേ, നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട ഹൈദർ. ഇത് നല്ലൊരു ചാൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിട്ട് കളയണ്ട. ഇല്ല, ആദ്യം ഞാൻ അവനെ പറ്റി ഒന്ന് അന്വേഷിക്കട്ടെ. അപ്പോ നമ്മൾ നെസറിന് കൊടുത്ത വാക്കോ? നീ അവന്റെ കാര്യം ഒന്ന് വിട്. ഇത് വെറും 157 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് കാണുന്നതെല്ലാം നമ്മുടെ. ഇത് കേട്ട് മെർജാൻ അവളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ എന്തിനെ പറ്റിയാണ് ഈ പോയി കടന്ന് തർക്കിക്കുന്നത്? എന്തെങ്കിലും സെയിൽസിനെ കുറിച്ചാണോ, അതോ നിങ്ങളുടെ മകളുടെ മാരേജിനെ കുറിച്ചോ? അമ്മ, നിങ്ങൾ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത മനുഷ്യൻ കുറച്ച് ദിവസം കഴിഞ്ഞ് എന്നെ ഡിവോഴ്സ് ചെയ്യും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിലും ഭേദം നിങ്ങൾ എന്നെ കൊല്ലുന്നത് തന്നെയാണ്. ഇത്രയും പറഞ്ഞ് സങ്കടപ്പെട്ട് പോവാനിറങ്ങിയ മർജാന്റെ മുന്നിലേക്ക് നെസർ വന്നയാടി. അവൾ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വേഗം അവിടുന്ന് പോയി. എന്നിട്ട് സിറ്റുവേഷൻ അറിയാത്ത പാവൻ നെസർ മർജാനെ കുറച്ചു മുന്നേ തട്ടിക്കൊണ്ട് പോയവനെ പഞ്ഞിക്കിടുന്ന കാര്യം സംസാരിക്കാൻ തുടങ്ങി. ഇതേ സമയം ആദേശിന്റെ വീട്ടിൽ മുസയാനവും അസ്ലയും ആകുന്നതേ ഈ കല്യാണം ഒന്ന് മുടക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നിനക്ക് ഇത്രയും വലിയൊരു കാര്യം തീരുമാനിക്കുന്നതിന് മുന്നേ എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നു. ഞാൻ ഇതേപറ്റി അമ്മയുടെ മുന്നേ സംസാരിച്ചിരുന്നെങ്കിൽ അമ്മ ഇതിന് സമ്മതം തരുമായിരുന്നു. എടപൊട്ടാ, നീ എന്ത് നോക്കിയിരിക്കുവോ? ദേ, ഈ ഇരിക്കുന്ന പൊട്ടൻ എന്തോ പിച്ചും പേയും പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് മുസയാനം അവിടെ വെറുതെ ഇരുന്ന പാവം ജമാലിനെ വെക്കിട്ട് കയറി. ഇനി എല്ലാം കൂടെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ. എന്റെ പൊന്നമ്മ, ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ്. അല്ല, നിങ്ങളൊക്കെ എന്തിനാ ഇത്രയും ചൂടാവുന്നേ? ഇതേ സമയം അസ്ലി അവിടെ നെഞ്ചു പൊള്ളി നിൽക്കുകയാണ്. അസ്ലി, കോൺട്രാക്ടിന്റെ ലീഗൽ പേപ്പേഴ്സ് എല്ലാം എത്രയും പെട്ടെന്ന് റെഡിയാക്കണം. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ അവരതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യരുതേ. എന്താ നോക്കുന്നേ? ഞാൻ നിന്റെ എല്ലാ ഡിസിഷനിലും കൂടെ ഉണ്ട് എന്ന് കരുതി ഞാൻ എന്റെ ഫീലിങ്സ് മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? എല്ലാ ആർത്തി പണ്ടാരങ്ങളാ. അവരിതൊക്കെ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തു. അവർ അക്സെപ്റ്റ് ചെയ്തേ മതിയാവും, അല്ലെങ്കിൽ ഞാൻ ചെയ്യിപ്പിക്കും. വേറെ വഴിയില്ല. മെർജാന്റെ വീട്ടിൽ ഇതേ സമയം നെസറിന്റെ കാര്യങ്ങളുടെ കിടപ്പ് ഏറെക്കുറെ മനസ്സിലായി. ഇതിനെയൊന്നും കുടിച്ച വെള്ളത്തെ വിശ്വസിക്കരുതായിരുന്നു എന്ന് മനസ്സിലോർത്ത് ചവിട്ട് തുള്ളി നെസർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പുറകെ മൊറാത്തും. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മെർജാൻ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ നിനക്ക്? ഓക്കെ, ഞാൻ നോക്കിക്കോളാം. ഇതേ സമയം മെർജാനും ഡെമറ്റും ഒരു സമാധാനത്തിന് വേണ്ടി ബീച്ച് സൈഡിൽ വന്ന് തൻ്റെ ഗതികെട്ട ജീവിതത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരത്തിനൊടുവിൽ മെർച്ചാൻ എന്തോ ഒരു കാര്യം തീരുമാനിച്ച് അവിടുന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് നടന്നുപോയി. ഡെമറ്റ് കുറെ പുറകെ നിന്ന് വിളിച്ചെങ്കിലും ആള് നിന്നില്ല. ഇതേ സമയം ആദേശിന്റെ വീട്ടിൽ ആദേശും ജമാലും കൊച്ചുവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് നെസറിന്റെ എൻട്രി. ഒരംഗത്തിന് തയ്യാറായി കുറെ ഗുണ്ടകളെയും കൂട്ടിയാണ് വരവ്. ഈ മാറിന് ഇവിടെയും വന്നോ? നീ എന്റെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയ എന്റെ കടം അവിടെ കിടപ്പുണ്ട്. അത് തീർക്കാൻ വന്നതാ ഞാൻ. പക്ഷെ നീ മാപ്പ് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ ക്ഷമിച്ചേക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ചോരപ്പുഴ ഒഴുകും. ജമാലെ, ഈ ചേട്ടൻ എന്നതാടാ ഈ പറയുന്നത്? എന്താണേലും കേൾക്കാൻ നല്ല രസമുണ്ട്. നീ എന്റെ വീട്ടിലേക്ക് ഇങ്ങനെ വെറും കൈയോടെ വരരുതായിരുന്നു. എന്തെങ്കിലും കാഷ്വാലിറ്റി സംഭവിക്കുന്നതിന് മുന്നേ പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കൂ. പെട്ടെന്ന് പുറകെ നിന്ന് നെസറിന്റെ ഗുണ്ടകൾ തോക്കെടുത്തു. അപ്പോൾ നീ ഇവിടുന്ന് കൊണ്ടേ പോകൂ. ഇത് കണ്ട് ജമാൽ ഒരു സിഗ്നൽ കാണിച്ചതും അവരുടെ ഗാർഡ്സ് വീടിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും നെസറിനെയും ഗുണ്ടകളെയും വളഞ്ഞു. പണി പാടിയത് മനസ്സിലാക്കിയ നെസർ എക്സ്പ്രഷൻ പുറത്ത് കാണിക്കാതെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് പ്രശ്നം പരിഹരിക്കാൻ നേരത്തെ കുറ്റിയും പറിച്ചിറങ്ങിയ മെർച്ചാന്റെ വരവ്.
എന്തുവാടാ ഇവിടെ? ഇതെന്താ തോക്കും മിസ്സേലും ഒക്കെ? നിനക്കൊക്കെ എന്താ ഭ്രാന്ത് പിടിച്ചോ? ഇവർ നിന്നോട് ചെയ്തതിനുള്ളത് ഇവർ അനുഭവിച്ചേ മതിയാവും. അതിനിവനൊന്നും ചെയ്തില്ല എന്നെ. നീ ഇപ്പൊ പോ ഇവിടുന്ന്. എങ്കിൽ വാ, നമുക്ക് ഒന്നിച്ചു പോവാം എന്ന് പറഞ്ഞ് അധികാരത്തോടെ മർച്ചാന്റെ കയ്യിൽ പിടിക്കാൻ വന്ന നെസറിനെ ആദേശ് തടഞ്ഞു. മാറി നിക്കടാ അവിടുന്ന്. നെസർ, നീ ഇപ്പൊ പോ. ഞാൻ ആദേശിനോട് സംസാരിക്കട്ടെ. ഓക്കെ, നമുക്ക് പിന്നെ ഒന്ന് കാണണം. ആയിക്കോട്ടെ. നിനക്കൊക്കെ എന്താ വയ്യേ? ഞാൻ വന്നില്ലായിരുന്നു നീയൊക്കെ തമ്മിൽ തല്ലി ചാകുമായിരുന്നോ? കഴിഞ്ഞത് കഴിഞ്ഞു. അല്ല, നീ എന്തിനാ ഇതിനിടയ്ക്ക് കയറിയേ? എനിക്കൊന്നും സംസാരിക്കണം. ഞാൻ വന്നത് ഈ മാരേജ് കോൺട്രാക്ട് ഒന്ന് മാറ്റണമെന്ന് പറയാനാണ്. ഇതിനെ കഴിഞ്ഞ് കിടലൻ ഓഫർ ഞാൻ തരാം. ഓ വേണ്ട, തൽക്കാലം വേറൊരു ഓഫറും അക്സെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ വേറൊന്നും പറയാനല്ലോ, എന്ന മോള് വിട്ടോ എന്നും പറഞ്ഞ് അവൻ വിട്ടടിച്ചൊരൊറ്റ പോക്ക്. മെർജാൻ പുറകെ. അതെ, നീ ഇവിടെ ഉണ്ടോ? എനിക്കൊരു 5 മിനിറ്റ് മതി, ഒന്ന് സംസാരിക്കണം എന്നും പറഞ്ഞ് അവനെ അന്വേഷിച്ച് ആ ആളില്ലാത്ത വീട്ടിൽ അവൾ ഒരുപാട് അലഞ്ഞു. അവസാനം അവിടെ അടഞ്ഞു കിടന്ന ഒരു മുറി കണ്ട് ഒന്ന് തട്ടി നോക്കി. ഹലോ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇതേ സമയം ആ മുറിക്കകത്ത് ഒരു കേസ് ബോർഡ് ഉണ്ടായിരുന്നു. ഹൈദറിന്റെയും അവന്റെ ഫാമിലിയിലെ എല്ലാവരുടെയും ഫോട്ടോസ് അടങ്ങുന്ന ഒരു കേസ് ബോർഡ്. വിളിച്ചിട്ട് റെസ്പോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മെർജാൻ അകത്തേക്ക് കയറാൻ ഒരുങ്ങി. പെട്ടെന്നൊരു മിന്നലെ പോലെ ആദേശ് അവളെ പിടിച്ചു മാറ്റി. നിനക്കെന്താ അവിടെ പരിപാടി? പെട്ടെന്നുള്ള ആദേശിന്റെ നീക്കം കണ്ട് മെർജാൻ ഒന്ന് പതറി. എന്താ നിന്റെ പ്രശ്നം? നീ വല്ല ഗുണ്ടയാണോ? നീയാണിപ്പോ പെർമിഷൻ ഇല്ലാതെ വീടിനകത്ത് കയറി കുഴപ്പം ഉണ്ടാക്കാൻ നോക്കുന്നത്. ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, നിന്നെ അന്വേഷിച്ച് വന്നതാണ്. എന്തിന്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സംസാരിക്കണമെന്ന്. ഞാൻ നിന്നോട് അപ്പം തന്നെ പറ്റില്ല എന്നും പറഞ്ഞില്ലേ? ഗെറ്റ് ഔട്ട്. പക്ഷെ മെർജാൻ പോകുന്ന ലക്ഷണമില്ല. അവൾ അവന്റെ പുറകെ തന്നെ കൂടിയിരിക്കുകയാണ്. അല്ല, അങ്ങനെ അങ്ങ് പോയാലോ? ഓക്കെ, എന്നാ 5 വേണ്ട, 2 മിനിറ്റ്. അതെ, ഇന്നലെ കണ്ട ഒരാളെ കല്യാണം കഴിക്കുന്നതിലും ഭേദമുള്ള ഒരു അടിപൊളി ഓഫർ ഉണ്ട്. ആര് കേൾക്കാൻ? എന്നെ പ്രപ്പോസ് ചെയ്ത ഒരാളോട് സംസാരിക്കാൻ പോലുള്ള റൈറ്റ് എനിക്കില്ലേ? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ശരി, 2 മിനിറ്റ്. എന്താന്ന് വെച്ചാൽ പറയ്, എന്നിട്ട് പൊക്കോണം. ഓക്കെ, എൻ്റെ കയ്യിലൊരു നല്ല പ്രൊജക്റ്റ് ഉണ്ട്. പക്ഷെ ഇത് ചെയ്യാനുള്ള ഫണ്ടിങ് ഇല്ല. നീ പാർട്ട്ണർ ആകുകയാണെങ്കിൽ ഫണ്ടിങ്ങിന് വരെ പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്ന പ്രൊജക്റ്റാണ്. ഓക്കെ, ഇതിലെന്താ ഞാൻ ചെയ്യണ്ടേ? നീ ഈ മാരേജ് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ ഈ പ്രോജക്റ്റിന്റെ മേലുള്ള എല്ലാ റൈറ്റ്സും ഞാൻ നിനക്ക് തരാം. ഞാൻ നല്ല പണിയെടുക്കുന്ന കൂട്ടത്തിലാണ്. ഡേ നൈറ്റും ഒക്കെ ഞാൻ പണിയെടുത്തോളാം, പ്രോമിസ്. നോ, നിന്റെ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി വണ്ടി പോട്ടെ. എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്തിനാണ് ഇത് വേണ്ടാന്ന് വെച്ചതെന്ന്. ആദ്യം നീ എൻ്റെ കല്യാണം മുടക്കി, പിന്നെ നീ തന്നെ എന്നെ പ്രപ്പോസ് ചെയ്തു. എന്തിന്? ജസ്റ്റ് ബിസിനസ്. ബിസിനസ്? 187 ദിവസത്തേക്കുള്ള മാരേജ്. അല്ല, എന്താണ് ഈ 187 ദിവസം? നെസ്സിനെ തോൽപ്പിക്കാൻ വേണ്ടി ഞാനൊരു ബെറ്റർ ഓപ്ഷൻ ഉണ്ടാക്കി. അത് തന്നെ. തോൽപ്പിക്കാനോ? തോൽപ്പിക്കാൻ വേണ്ടി നീ ഒരാളെ കല്യാണം കഴിച്ച് പിന്നെ ഡിവോഴ്സ് ചെയ്യും അല്ലേ? അതെ, അതാണ് എൻ്റെ ഓഫർ. നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. നീ ആരെയും ചോദ്യം ചെയ്യുന്നത്, അതും എൻ്റെ മുമ്പിൽ നിന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇതിൽ നീ സീരിയസ് അല്ല എന്ന് ഉറപ്പായി. 187 ദിവസം നോൺസെൻസ്. അങ്ങനെ പറയല്ലേ. ചിലപ്പോൾ ഞാൻ സീരിയസ് ആണെങ്കിലോ. ഇനി നിനക്ക് പോകാം. നിനക്കറിയാമോ, ഞാൻ ഓർത്തത് നിനക്ക് എന്നെ മനസ്സിലാവുമെന്ന്. നീ ഒരു നല്ല ആളായിരിക്കുമെന്ന് ഞാൻ ഓർത്തു. ബട്ട് ഐ വാസ് റോങ്. നീയും നെസ്റും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇത്രയും പറഞ്ഞ് സങ്കടപ്പെട്ട് മെർജാൻ അവിടെ നിന്ന് ഇറങ്ങി. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ആദേശിന്റെ മുഖത്തും ചെറിയൊരു കുറ്റബോധം കാണാം. ഇതേ സമയം നെസർ തൊട്ടിപ്പുറത്ത് പാത്തിരിപ്പുണ്ടായിരുന്നു. തക്ക സമയത്ത് കാർ സ്റ്റാർട്ടാവാത്തതുകൊണ്ട് മെർജാൻ പെട്ടെന്ന് ടെൻഷനായി. ഈ വണ്ടിക്ക് ഇപ്പൊ ഇതെന്തു പറ്റി? ഇത്ര നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഇതെല്ലാം അകത്ത് നിന്ന് കണ്ടുകൊണ്ടിരുന്ന ആദേശിന്റെ അടുത്തേക്ക് ജമാൽ വന്നു. അതും മെർജാന്റെ വണ്ടിയുടെ എന്തോ ഒരു കേബിൾ കയ്യിലിട്ട് കറക്കിക്കൊണ്ട്. വെൽ ഡൺ മൈ ബോയ്, ഇപ്പൊ ശരിയാക്കി തരാം. വാ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ തനിയെ പൊക്കോളാം. ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞില്ലേ? ഒറ്റയ്ക്ക് പോകുന്ന സേഫല്ല. പുറകിൽ തൻ്റെ കാറിന് കാവൽ നിൽക്കുന്ന നെസറിനെ നോക്കിക്കൊണ്ട് ആദേശ് പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്ത് വരാനാ എനിക്ക്? ഇത്രയും പറഞ്ഞ് അവളൊരു ടാക്സിക്ക് കൈ കാണിച്ചു. അവൻ കയറരുതെന്ന് പറഞ്ഞെങ്കിലും അവൾ ബലമായി അകത്ത് കയറി. ഈ കാലമാടന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് സമാധാനിച്ച് അകത്തിരുന്ന മറച്ചാനെ ഞെട്ടിച്ചുകൊണ്ട് ഉണ്ണേറ്റൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ് ഡ്രൈവറിനെ പുറത്താക്കി ആദേശ് ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. ഞാൻ വണ്ടി വീട്ടിലെത്തിച്ചേക്കാം. വേണ്ട സാർ, ഞാൻ വന്നെടുത്തോളാം. വേണ്ട, അപ്പം എനിക്ക് പിള്ളേരെയും കാണാലോ. അവരെ കണ്ടിട്ട് കുറച്ചായി. ഇത് കണ്ടിട്ട് ഒന്നും മനസ്സിലാകാതെ അന്തം വിട്ട് നിൽക്കുകയാണ് മെർജാൻ. പോവാം. വണ്ടി നിർത്ത്, എനിക്ക് ഇറങ്ങണം. അവൾ പറയുന്നത് മൈൻഡ് പോലും ചെയ്യാതെ അവൻ വണ്ടി എടുത്തു. നിർത്താൻ പറഞ്ഞില്ലേ? ദേ, നിർത്തിയില്ലെങ്കിൽ ഞാനെടുത്ത് ചാടും കേട്ടോ. അവൻ്റെ നോ മൈൻഡ്. ദേഷ്യം വന്ന മെർജാൻ സീറ്റിൽ തൂരി ഡോറിൽ പിടിക്കാവുന്നതും പെട്ടെന്ന് ആദേശ് വന്ന് തടഞ്ഞു. വിട് കയ്യിന്ന്. പ്രശ്നമൊന്നുമില്ല, നീ ഒന്ന് അടങ്ങ്.
അവന്റെ വായിൽ നിന്ന് ആദ്യമായി മനുഷ്യ സംസാരിക്കുന്ന ടോൺ കേട്ടപ്പോൾ അവളൊന്ന് അടങ്ങി. പെട്ടെന്ന് തന്നെ അവർ വീട്ടിലെത്തി. ആദേശിന്റെ കാറിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് നടക്കുന്ന മർച്ചാൻ നെസറിനെ കണ്ടു. ആദേശിനെ പറ്റി എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും മർച്ചാൻ കൂടുതൽ മുഖം കൊടുക്കാതെ നേരെ വീട്ടിലേക്ക് കയറി. അടുത്ത സീനിൽ മർച്ചാന്റെ വീട്ടിലെ കിച്ചനാണ് കാണിക്കുന്നത്. ദേ ഈ പച്ചക്കറി കഴിക്കൊണ്ടിരിക്കുന്ന സുന്ദരിക്കുട്ടിയാണ് ചീച്ചക്ക്. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട മിസ് ബിനാസിന്റെ ഒരേ ഒരു മകൾ. ഇനിയൊരു മകനും കൂടെ ഉണ്ട്. അവന്റെ പേരാണ് ബെറാദ്. കുറെ നാളായിട്ട് ഒന്നും ശരിയല്ല നടക്കുന്നത്. എല്ലാവരും ഇവിടെ വിഷമത്തിലാണ്. നമുക്കൊരു പൂജ ചെയ്താലോ? ശരിയാ, ഞാനും ആലോചിച്ചു. ദേ ഈ വരുന്നവനാണ് ബെറാദ്. ഹോ, മടുത്തു. ആ മാലിക് നല്ല സമയത്താണ് ലീവ് എടുത്തത്. ഇപ്പൊ എല്ലാ പണിയും എന്റെ പെടലില്ല. ശരിയാ, അവനൊന്ന് വേഗം വന്നിരുന്നെങ്കിൽ. അല്ല, ചേട്ടന് റിലാക്സ് ചെയ്യായിരുന്നല്ലോ. വരുന്ന വഴിക്ക് നെസറും മർച്ചാനും തമ്മിൽ ഏതോ ഒരാളെ പറ്റി വഴക്ക് കൂടുന്നത് കണ്ടു ഗാർഡനിൽ. നിനക്കെന്താ തോന്നുന്നത്? എനിക്കറിയില്ല. മർച്ചാൻ നല്ല ദേഷ്യത്തിലായിരുന്നു. ഏതായാലും ഓക്കെ, ഏതായാലും ആരോടും ഇതൊന്നും പറയാൻ നിൽക്കണ്ട. നമുക്ക് നോക്കാം. സാലറി കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അമ്മ വിഷമിക്കണ്ട, ഞാൻ വേറൊരു നല്ല ജോബ് നോക്കുന്നുണ്ട്. നട്ടപാതിരിക്ക് കൊച്ചു വർത്തമാനവും പറഞ്ഞ് വീട്ടിലേക്ക് നടക്കാനിറങ്ങിയ ജമാലിനെയും ആദേശിനെയും നെസറിന്റെ ഗുണ്ടകൾ വളഞ്ഞു. പിന്നെ രണ്ടുപേരും ഗുണ്ടകളെ എടുത്തിട്ട് അലക്കി. മുസൈനും ഈ സമയം വീട്ടിലെല്ലാവർക്കും ഫുഡ് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. ദേ ഈ സഹായിയെ കണ്ടോ? ഇവളുടെ പേരാണ് സെഹ്റ. മുസൈനത്തിന്റെ ഒഫീഷ്യൽ സെർവൻ്റ് ആണ്. അല്ലറ ചില്ലറ തല്ലുവെള്ളത്തരങ്ങൾ ഒഴിച്ചാൽ ആള് പാവമാണ്. ഇന്നത്തെ ഡെസേർട്ട് ആദേശിന് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഡൈനിങ് ടേബിൾ നോക്കി വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അസ്ലി അത് പറഞ്ഞത്. ആക്ച്വലി മുസൈനത്തിന് അസ്ലിക്ക് ആദേശിനോട് തോന്നുന്ന ഈ അടുപ്പത്തെക്കുറിച്ച് അറിയാം. പലപ്പോഴായി മുസൈനം അത് പറഞ്ഞ് വിലക്കാറുണ്ട്. അപ്പോഴാണ് ആദേശും ജമാലും രംഗത്തേക്ക് വരുന്നത്. പക്ഷേ വന്നപ്പോൾ തന്നെ ജമാലിന്റെ മുഖത്തെ മുറിവ് കണ്ട് മുസൈനും അസ്ലിയും എന്തു പറ്റിയതാണെന്ന് അന്വേഷിക്കുകയും ഫൈറ്റ് നടന്നതറിഞ്ഞ് അവരെ വഴക്ക് പറയുകയും ചെയ്യുന്നു. പക്ഷെ കൂടുതൽ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് സീനൊന്നും തണുപ്പിച്ച് ആദേശും ജമാലും അവിടെ നിന്ന് എസ്കേപ്പായി. മർജാന്റെ വീട്ടിൽ ഇതേ സമയം ഹൈദർ ആദേശിനെ പറ്റി എല്ലാം തലകുത്തിയെന്ന് അന്വേഷിക്കുകയാണ്. അവൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ രണ്ടിൻ്റെയും കണ്ണു മഞ്ഞളിച്ചു. പക്ഷേ 2005 മുന്നേയുള്ള അവൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് ഇവർക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. എൻ്റെ പൊന്ന് ഹൈദർ, ഇനി കൂടുതൽ കുഴുകുത്തി അന്വേഷിക്കാനൊന്നും കണ്ട. അവരുടെ ഓഫർ നല്ലതാണ്, അത് മാത്രം നോക്കിയാൽ മതി. 187 ദിവസത്തേക്കല്ലേ ഉള്ളൂ. അവനെ എങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് അപകടമാണ്. അപ്പോഴാണ് തല്ലുകൊണ്ട് ക്ഷീണിച്ച് മുറാത്ത് വീട്ടിലേക്ക് വരുന്നത്. അയ്യോ മോനെ, എന്തു പറ്റിയടാ? ശബ്ദം കേട്ട് മർച്ചാനും ഹാളിലേക്ക് വരുന്നു. മുറാത്തിന്റെ ഈ അവസ്ഥ അവളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. നാളെ തന്നെ പൈസ കൊടുക്കണം, അല്ല അവർ വെറുതെ ഇരിക്കില്ലമ്മേ. നോക്കൂ ഹൈദർ, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്. അവരെന്റെ കൊച്ചിനെ കൊല്ലാൻ നോക്കുന്നു. ഓക്കെ, ഇനി വെച്ച് താമസിപ്പിക്കണ്ട. നെസറിനെ വിളിച്ച് വെഡിങ് പ്രിപ്പറേഷൻ തുടങ്ങാൻ പറയൂ. ഇത് കേട്ട് വിഷമിച്ച് മറിച്ചാൻ അവിടെ നിന്നും പോകുന്നു. ഗാർഡനിൽ ഇനി എന്ത് എന്ന് ആലോചിച്ച് നിന്നപ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് കുട്ടിക്കാട് നിന്ന് ഒരു ശബ്ദം. ആരാത്? നീയായിരുന്നോ? നീ എന്താ ഇവിടെ? നിന്റെ കാറ് റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. ഓക്കെ, എനിവേ താങ്ക്സ്. നിൽക്ക്. എനിക്കറിയാം ഇന്ന് നമ്മളുടെ സംസാരം അത്ര നന്നായി പോയില്ല എന്ന്. പക്ഷേ ഇതെന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. നാളെ ഇതെല്ലാം മാറും. പ്ലീസ്, ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. ഈ കല്യാണം ഒന്ന് നിർത്ത്. നമുക്ക് മറ്റേ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ നല്ലോണം ജോലി ചെയ്തോളാം. ഒന്നും കൂടെ ആലോചിക്കുക പ്ലീസ്. പറ്റില്ല. മാരേജ് ഇല്ലെങ്കിൽ ഇവിടെ ഒരു കോൺട്രാക്റ്റും ഇല്ല. പിറ്റേ ദിവസം രാവിലെ നർമിൻ ബിനാസിനോട് മർച്ചാൻ എവിടെയെന്ന് അന്വേഷിക്കുന്നു. അവൾ നടക്കാൻ പോയെന്ന് പറഞ്ഞപ്പോൾ നർമിൻ പെട്ടെന്ന് ടെൻഷനായി മർച്ചാനെ വിളിക്കുന്നുണ്ട്. ഒരു മനസമാധാനത്തിന് വേണ്ടി വന്നതാണ് മർച്ചാൻ ഇവിടെ. കുറച്ചു നേരം കൂടി ഇരുന്ന് ഒന്ന് കാമായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ദാ നിൽക്കുന്നു. നല്ല കാണി. നിനക്ക് ഈ ഫോളോ ചെയ്യലല്ലാതെ വേറൊരു പണിയില്ലേ? നിനക്ക് തന്ന സമയം കഴിയാറായി. മറുപടി അറിയാൻ വന്നതാണ് ഞാൻ. പേടിക്കണ്ട, ആൻസർ ഉടനെ കിട്ടും. കുറച്ച് നാളുകളായി എൻ്റെ മനസ്സമാധാനം പോയിട്ട്. ഇന്നും ഒരു നശിച്ച ദിവസം തന്നെ. നാളെക്കുറിച്ചും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ ഒരു നല്ല കാര്യം എന്നത് നിന്നെ ഇനി കാണേണ്ടി വരില്ല എന്നതാണ്. അതങ്ങനെ എങ്ങ് നീ ഉറപ്പിക്കണ്ട. ഇത്രയും പറഞ്ഞ് മർച്ചാൻ അവിടെ നിന്ന് പോകുമ്പോൾ ആദേശിനൊരു കാര്യം ഉറപ്പായി. ജമാൽ ഹൈദർ നെസറുമായിട്ട് ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഉടനെ തന്നെ റിസൾട്ട് വരും. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നോക്കണം. അത് പറയാൻ പറ്റില്ല. അടുത്ത സീനിൽ മർച്ചാന്റെ വീട്ടിൽ വീണ്ടും ഗൂഢാലോചന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആദേശിന്റെ ഓഫറായിരുന്നു കുറച്ചുകൂടെ നല്ലത്. അല്ല, നെസർ എവിടെ? അറിയില്ല.
അവൻ പറഞ്ഞത് അരമണിക്കൂറിൽ സെൻഡ് ചെയ്യാമെന്നാണല്ലോ, വിളിക്കവനെ. അപ്പോഴാണ് ഇടുത്തി പോലെ ആദേശിന്റെ കാർ അവിടേക്ക് വന്നത്. ഞാൻ അനുവദിച്ച സമയം കഴിഞ്ഞു. എന്താണ് നിങ്ങളുടെ നിലപാട്? നിങ്ങളുടെ ഓഫർ ഞങ്ങൾക്ക് ചേരില്ല. മർജാൻ നസ്റിനെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഇതുതന്നെയാണ് നിന്റെയും തീരുമാനം? അതെ. അപ്പോഴാണ് ഒരുപാട് ടെൻഷനായി മുറാദ് ഹൈദറിന്റെ ചെവിയിൽ ഒരു രഹസ്യം വന്ന് പറയുന്നത്. ഡാഡി, പണി പാളി, നസീർ കസ്റ്റഡിയിലാണെന്ന്. അവനെതിരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അവന്റെ അക്കൗണ്ട്സ് എല്ലാം ഫ്രീസാക്കി. ഇത് കേട്ട അവർ പതിവ് പോലെ ടെൻഷനായി നിൽക്കുമ്പോ, വാടാ, ഇനി ഇവിടെ നിന്നിട്ട് എന്തിനാ? സംഭവം ഏറ്റു എന്നറിഞ്ഞ ആദേശ് ജമാലിനെ വിളിച്ചോണ്ട് പതിയെ നടന്നു. പുറകിന്ന് വിളി വരുമെന്നറിയാവേ. ദേ ഹൈദർ, വിളിക്കവനെ, ദേ അവൻ പോകുന്നു. അത് കേട്ട് ഒന്നാലോചിച്ചിട്ട് ഹൈദർ ആദേശിനെ വിളിച്ചു. പക്ഷെ അത് കേട്ട് ഞെട്ടിയത് മർജാനാണ്. ഞങ്ങൾ നിന്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്തു, വിത്ത് ഓൾ കണ്ടീഷൻ. അവന്റെ പ്ലാനിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് പൂർത്തിയായപ്പോൾ അവന്റെ മനസ്സിലേക്ക് പഴയ പല കാര്യങ്ങളും കടന്നു വരികയാണ്. അത് ഓർത്തെടുക്കുന്ന ഓരോ നിമിഷവും അവന് ഹൈദറിനോടുള്ള ദേഷ്യം ഇരച്ചു കയറുന്നു. പക്ഷെ ഇതേ സമയം ഹൈദറിന്റെ തൊട്ടരികിൽ നിസ്സഹായായി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിൽക്കുന്ന മർജാനെ നമുക്ക് കാണാം. ഇതൊരു യുദ്ധമാണ്. ഈ തീ നിന്റെ സ്വർഗത്തെ നരകമാകൂ. അതെ, ഇതൊരു യുദ്ധമാണ്. ഞാൻ ഈ തീ കൂടെ തന്നെ കടന്നു പോകും, ഭയമില്ലാതെ, എന്റെ അവസാനത്തെ പറ്റി പോലും ചിന്തിക്കാതെ. ഇനിയൊരു തിരിച്ചുപോക്കില്ല. എല്ലാം അവസാനിപ്പിക്കുമ്പോൾ തീയും ചാരം പോലും ബാക്കിയാവില്ല. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഒരു പുതിയ എപ്പിസോഡുമായി നാളെ കാണാം. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് RJ അന്നക്കുട്ടി.